മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം ചെലവഴിച്ചത് 1,80,00,000. കാലിത്തൊഴുത്തിന് 23 ലക്ഷവും ചാണകക്കുഴിക്ക് 4,40,40,000 രൂപയും ചെലവഴിച്ചു. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാരായണക്കല്ലെടുക്കും. ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ക്ലിഫ് ഹൗസ് എങ്കിൽ പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു. എന്ത് പണ്ടാറോണവൻ ഒരുമാതിരി ജാടയും പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു. ചില മുതലാളിമാർക്ക് മാത്രമാണ് അടുക്കള വരെ പ്രവേശനമെന്ന് ജില്ലാ കമ്മിറ്റികളിൽ വരെ വിമർശനമുയർന്നു. ഇത് വീരകേസരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്യും. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് മാത്രം 2021 മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത്. ആകെ 1,80,81,000 രൂപ. ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 98 ലക്ഷം. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഞാൻ പറ്റിക്കുന്നുണ്ടെങ്കിലേ നല്ല അന്തസ്സായിട്ടാ പറ്റിക്കുന്നത്. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. കാശിന്റെ കഴപ്പാ. ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി 5,61,000 രൂപ വേറെയും. ഇതിനൊരു അന്ത്യമില്ലേ? ലിഫ്റ്റിന് മാത്രമല്ല പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക്. പണം എനിക്കൊരു പ്രശ്നമല്ല. കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും 23,90,000 രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,40,000 രൂപ. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. പുറമേ നിന്ന് നോക്കിയാൽ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും 12 ലക്ഷമാണ് പെയിന്റിങ്ങിന്റെ ചെലവ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. 2,44,000 മുടക്കി കബ്ബോർഡൊക്കെ വെച്ച് അടുക്കള അടിപൊളിയാക്കിയപ്പോൾ 2 തവണയായി ശുചിമുറി സൂപ്പറാക്കാൻ എടുത്തത് 2,95,000 രൂപ. ഇത് ഒരുപാടുണ്ടല്ലോടാ. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം പൂർത്തിയായവിടെ കണക്ക് മാത്രമാണ്. ബാക്കി ടെൻഡർ പുരോഗമിക്കുന്നു. ഇനിയുണ്ടോ? തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ.